കൊല്ലത്ത് ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ അധിക്ഷേപ മുദ്രാവാക്യം. ചിന്താ ജെറോം പങ്കെടുത്ത പ്രകടനത്തിലാണ് അധിക്ഷേപ മുദ്രാവാക്യം ഉയർന്നത്. അച്ഛനില്ല നേരത്തെ അമ്മയ്ക്കുണ്ടായ ഡാഷ് ഡാഷ് വിളിക്കുന്ന ചേച്ചിയാണ് സ്ത്രീപക്ഷം. സ്ത്രീ പച്ച കേൾപ്പിക്കാൻ പോലും കൊള്ളൂല, പച്ച തെറിയാണ്. അയ്യേ, എന്നിട്ട് പിന്തുണയ്ക്കാൻ കുറെ അന്തംസ്. There were spontaneous demonstrations in different parts of the state. She was leading one such demonstration. So some, immature youth from behind mount some wrong slogan, and others intervened, and that was immediately stopped. English തീരെ പിടിയില്ലല്ലേ. Now, you had a summit here recently. What was that summit? I wanted you to say that. So using artificial intelligence. ഓ, ഇംഗ്ലീഷ്. മൂത്ത സഖാവിന്റെ തൊണ്ട തൊടാതെയുള്ള ന്യായീകരണം. ചിന്ത അങ്ങനെ പറയില്ല, എല്ലാം AI ആണെന്ന്. സഖാവ് ഇനി അത് ചെലവാകില്ല. ചിന്ത തന്നെ അസഭ്യ വിളി സമ്മതിച്ചിട്ടുണ്ട്. KSUവിന്റെ കരിങ്കൊടി പ്രതിഷേധത്തിൽ കഴുത്തുളുക്കി ആശുപത്രിയിലായ വീണ ജോർജിന് നീതി തേടി തെരുവിൽ പ്രതിഷേധിച്ചതാണ് ചിന്തയും ടീമും. വനിതാ മന്ത്രിക്കെതിരായ അതിക്രമം എന്നതിലുപരി CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ സഖാവിന് നേരെ കൊലപാതക ശ്രമം പോലും. അതുകൊണ്ട് അത് വലിയ രീതിയിലുള്ള വൈകാരിക പ്രതികരണങ്ങളിലേക്ക് കടന്നു പോകുമ്പോലും ഇതൊരു മാസായി നടക്കുന്ന ഒരു പ്രതിഷേധ പ്രകടനമല്ലേ. അതില് വൈകാരികമായി സഖാക്കൾ, ആ സമയത്ത് വൈകാരികമായി പങ്കെടുക്കുന്ന പ്രവർത്തകർ, അവരുടെ ഒരു പ്രതിഷേധം ഉണ്ടാകുമല്ലോ. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. ആ ഫ്ലോയിൽ അങ്ങ് വിളിച്ചതാ. വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങി തിന്ന് എല്ലിൽ കുത്തിയപ്പോ പുറത്തിറങ്ങി ആളാകാൻ നോക്കിയതാണ്. നമ്മുടെ രാഷ്ട്രീയം എപ്പോഴും സ്ത്രീപക്ഷ രാഷ്ട്രീയവും ദളിതുകൾക്ക് ഒപ്പം ചേർന്ന് നിൽക്കുന്നതും അരികുവൽക്കരിക്കുന്ന മനുഷ്യർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നതും സാധാരണക്കാർക്കും ഒപ്പം ചേർന്ന് നിൽക്കുന്നതാണ്. ഞാൻ എവിടെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞോ എന്നാരെങ്കിലും ഒക്കെ നമ്മളെ സ്നേഹിക്കുന്നവർ തെറ്റിദ്ധരിച്ചാലോ, അതുകൊണ്ടാണ് ഒരു വിശദീകരണം പറഞ്ഞല്ലേ. ഇതൊന്നും വിശദീകരണം പോലെ ആവശ്യമുള്ള കാര്യമല്ല. നിങ്ങൾ ചിലതിനെ ഇങ്ങനെ വേണ്ടാതെ പർവ്വതീകരിക്കുകയാണ്. അതൊന്നും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ യേശുന്നൊരു കാര്യമല്ല. ഒരാവശ്യവും ഇല്ല. ഇവർ ചെയ്യുന്നതെല്ലാം വൈകാരികം, മറ്റുള്ളവർ ചെയ്താൽ അത് മനഃപൂർവ്വം. ഇതിനെ പിന്തുണയ്ക്കാൻ ആളുണ്ടല്ലോ. ഇങ്ങനെ പിന്തുണയ്ക്കുന്നതിലൂടെ ഒന്നുകൂടി തെളിയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്കാരം തറയാണെന്ന്. വെറും തറയല്ല കേട്ടോ, തത്തറ. തെരഞ്ഞെടുപ്പാണല്ലോ, ഒന്ന് മെയിനാകാൻ നോക്കിയതാണ്. പാവം ചിന്തേച്ചി കുറച്ചായി ഒരു മൂലയ്ക്കായിരുന്നു. 2 തെറി ഡയലോഗ് യോഗ്യതയായി. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേച്ചിക്കൊരു കസേര, അത് ഉറപ്പ്. അല്ലെങ്കിൽ ബേബി ചായൻ റെഡിയാക്കും കസേര. അതിനുള്ള സാധ്യത എല്ലാം കൊണ്ടും തെളിഞ്ഞു. എന്തായാലും ഇത് വാഴക്കുല കേസ് പോലെ ആയില്ല കേട്ടോ. ചിന്താ ജെറോം ഉൾപ്പെടെ 55 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ പ്രകോപന മുദ്രാവാക്യം വിളിച്ചത് കൊണ്ടേ. അല്ല, എന്നിട്ട് നമ്മുടെ വീണമന്ത്രി എവിടെ പോയെന്ന് ചോദിക്കരുത്. വീട്ടിലാണ്, സുഖനിദ്ര. ആംബുലൻസും വേണ്ട, ICUവും വേണ്ട, ഒന്നും വേണ്ട. കാറിൽ പോയി ആദ്യം തിരുവനന്തപുരത്തേക്ക് വെച്ച് വിട്ടു. ഇപ്പോൾ വീട്ടിൽ സുഖവാസം.